പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇരിക്കുന്നത് ബജാജ് ചേതകിൻ്റെ ഒരു ഇലക്ട്രിക് വണ്ടിയാണ്. പക്ഷേ ഇതെന്ന് പറഞ്ഞത് നമ്മൾ ഈ വണ്ടി എടുക്കുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതായത് ഈ വണ്ടി എടുക്കുന്ന സമയത്ത് ഇതിൻ്റെ കൂടെ കിട്ടുന്ന ചാവി എന്ന് പറയുന്നത് ഇതിലുള്ള ചാവിയാണ്. ഈ ചാവി എന്ന് പറഞ്ഞാൽ ഈ ചാവി ഇതിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഈ വണ്ടിയുടെ അടുത്ത് ഈ ചാവി ഉണ്ടെങ്കിൽ മാത്രമേ ഈ വണ്ടിയുടെ ഇഗ്നിഷനും അതുപോലെ തന്നെ ഇതിൻ്റെ ഹാൻഡിൽ ലോക്ക് ഇളകണമെങ്കിൽ നമ്മൾ ഈ ചാവി ഈ സ്കൂട്ടറിൻ്റെ അടുത്ത് തന്നെ ഉണ്ടായിരിക്കണം. പിന്നെ അതുപോലെ ഇതിൻ്റെ കൂടെ ഒരു ബട്ടൺ കാണുന്നുണ്ട്. ഈ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടിയുടെ ഇതുപോലെ ഇൻഡിക്കേറ്ററൊക്കെ തെളിയുന്നത് കാണാം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇത് വണ്ടി ഓണാകണമെങ്കിൽ ഇതിൻ്റെ ഈ കാണുന്ന ബട്ടൺ ഇത് നിങ്ങൾക്ക് കാണാൻ കഴിയുമെന്ന് തോന്നുന്നു. ഈ കാണുന്ന ബട്ടൺ ഒന്ന് സോഫ്റ്റായിട്ട് പുഷ് ചെയ്താൽ വണ്ടി ഇഗ്നിഷനും അതുപോലെ ഹാൻഡിലും ഇളകുന്നത് കാണാം. ഇപ്പോൾ വണ്ടി മൂവിങ് ആണ്. പക്ഷെ വണ്ടി മൂവ് ചെയ്യണമെങ്കിൽ ഇതിൻ്റെ സൈഡ് സ്റ്റാൻഡ് ഇട്ടാൽ മാത്രമേ വണ്ടി ഡ്രൈവ് മോഡിലാവത്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ വണ്ടി ഈ കാണുന്ന ലിവർ പിടിച്ചുകൊണ്ട് പിന്നെ ഇത് ഡ്രൈവ് മോഡിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി ഈ കാണുന്ന എൻ മാറി അവിടെ ഡി ആകും. അപ്പോൾ വണ്ടി ഡ്രൈവ് മോഡിലാണെന്ന് നമുക്കറിയാം. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ ആക്സിലേറ്റർ കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി മൂവിങ് ആവും. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇതുപോലെ തന്നെ നമുക്ക് റിവേഴ്സ് എടുക്കണമെങ്കിൽ ഈ ഹാൻഡിൽ പിടിച്ചുകൊണ്ട് ഈ കാണുന്ന ആറിൽ പുഷ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി റിവേഴ്സ് മോഡിലാവും. അപ്പോൾ ഇവിടെ കാണുന്ന ഇവിടെ ആറെന്ന് കാണിക്കും. അപ്പോൾ വണ്ടി റിവേഴ്സ് മോഡിലാണെന്ന് നമുക്ക് മനസ്സിലാവും. തിരിച്ച് അതേപോലെ തന്നെ ആ ലിവർ പിടിച്ചുകൊണ്ട് നമുക്ക് ഡിയിലായി കഴിഞ്ഞാൽ വണ്ടി ഡ്രൈവ് മോഡിലും ആകുന്നത് കാണാം. ഇനി അതുപോലെ തന്നെ വണ്ടി എവിടെയെങ്കിലും കൊണ്ട് വച്ചിട്ട് വണ്ടി ഓഫ് ചെയ്യണമെങ്കിൽ ഈ കാണുന്ന ബട്ടൺ നമ്മൾ നേരത്തെ കണ്ട ഈ ബട്ടണിൽ ലോങ് പ്രസ് ചെയ്ത് പിടിക്കണം. ഇതുപോലെ ലോങ് പ്രസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ വണ്ടി ഫുൾ ലോക്ക്. ഇപ്പോൾ നിങ്ങൾക്ക് അറിയാം വണ്ടി അനങ്ങത്തില്ല, വണ്ടി ഫുൾ ലോക്കായിട്ടുണ്ട്. ഇനി വണ്ടി മൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ ഈ ചാവി ഈ വണ്ടിയുടെ അടുത്ത് തന്നെ ഉണ്ടായിരിക്കുകയും വേണം. അതുപോലെ തന്നെ ഈ കാണുന്ന സ്വിച്ച് സോഫ്റ്റായിട്ടൊന്ന് പുഷ് ചെയ്താൽ വണ്ടി ഫുൾ ലോക്കും മാറി വണ്ടി ഡ്രൈവ് മോഡിലായി മാറുകയും ചെയ്യും. അപ്പോൾ ഈ വണ്ടി ഇതിൻ്റെ ഈ വേരിയൻറ്റ് എടുക്കുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഞാൻ ഇപ്പോൾ ഇതിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത് കുറച്ച് പേർക്ക് അറിയാമായിരിക്കും. പക്ഷേ ഇതുപോലുള്ള ഇങ്ങനെയുള്ള ഈ ചേതകിൻ്റെ ഈ മോഡൽ എടുക്കുന്ന ആൾക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പോൾ നോക്കുക, ഈ ചാവി നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ ഈ വണ്ടിയുടെ ഹാൻഡിലൊക്കെ ഇളകത്തുള്ളൂ. അപ്പോൾ ഇതാണ് ഈ വണ്ടിയെ പറ്റിയുള്ള ഇനി വണ്ടി എടുക്കാൻ പോകുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. അപ്പോൾ വീണ്ടും ഒരു വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ.